കുഞ്ഞാണ്. ആ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യവും 35-ാമത്തെ വാക്യവും ഒന്ന് വായിച്ച് സഹായിക്കണം. പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. 35-ാം വാക്യം കൂടെ. പിറ്റേന്നാൾ യോഹന്നാൻ പിന്നെയും തന്റെ ശിഷ്യന്മാരിൽ രണ്ടുപേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. ദൈവത്തിന്റെ കുഞ്ഞാട്. ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിനെ കുഞ്ഞാടെന്നും ദൈവ കുഞ്ഞാടെന്നും അറക്കപ്പെട്ട കുഞ്ഞാടെന്നും യോഗ്യനായ കുഞ്ഞാടെന്നും ശ്രേഷ്ഠനായ കുഞ്ഞാടെന്നൊക്കെ അലങ്കാര ഭാഷകൾ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ വായിക്കുന്നത് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ലോകപാപം ചുമക്കുന്ന ഒരുവനെ കൊണ്ടു നസ്രയനായ യേശുക്രിസ്തു. ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്, ഈ വേദപുസ്തകം പഠിച്ചാൽ കുഞ്ഞാടിനെ പല നിലകളിൽ പരാമർശിക്കുന്നുണ്ട്, വിശദീകരിക്കുന്നില്ല. അമ്മയുടെ കൊടുക്കണം, അത് അവിടെ നിന്ന് ഇറങ്ങുന്ന അവൻ മുന്നിൽ കൊണ്ടുവന്ന അമ്മയുടെ കൊടുക്കുന്ന അമ്മ ബിസ്ക്കറ്റെല്ലാം കൊടുക്കും. ചൂടെടുത്താലും കാര്യം ആ പാനിന്റെ കീഴിലോട്ടൊന്ന് പിടിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്ന കൊച്ചുങ്ങളെല്ലാം ഇത് കണ്ടുവരണം. വളരെ സ്തോത്രം. നിങ്ങൾ അങ്ങോട്ട് നോക്കരുത്, അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിനെ കുഞ്ഞാട്, ദൈവ കുഞ്ഞാട് എന്ന് പല നിലകളിൽ ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. നിങ്ങൾക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ ഒരു കുഞ്ഞാട് യാഗമായി തീർന്നു, ഇസഹാക്കിന് പകരം. ഇസഹാക്കിന് പകരം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ ഒരു വീടിന് ഒരു ആട്ടുകുട്ടി വെച്ച് യാഗമായി തീർന്നു, അതിനെ അറുത്തു. അത് ഒരു കുടുംബത്തിന് വേണ്ടി മാത്രം. വീടൊന്നിന് ഒരാട്ടുകുട്ടി, അത് കുടുംബത്തിന് വേണ്ടി അറക്കപ്പെട്ട കുഞ്ഞാണ്. ഉൽപ്പത്തി 22 വ്യക്തിക്ക് വേണ്ടി അറക്കപ്പെട്ട കുഞ്ഞാണ്. ലേവ്യ പുസ്തകം 16-ാം അധ്യായം പഠിക്കുമ്പോൾ അസസ്യനെ ചീട്ട് വീടിനെ രണ്ടാമതെയാണ് കൊണ്ടുവരുന്നത്. അതിൽ ഒരെണ്ണത്തിന്റെ ശിരസിലോട്ട് കൈയെല്ലാം കൂടെ വെച്ച് ചുമതലപ്പെട്ട ആ പുരോഹിതൻ കൈ വെച്ച് ഇസ്രായേൽ മക്കളുടെ മുഴുവൻ പാവവും അക്രമവും അനീതിയും കൂടെ ആ പാവം പിടിച്ച ആളിന്റെ തലയിലോട്ട് വെച്ച് നിയമിക്കപ്പെട്ട ഗുരുഹന്റെ കൈവശം ഇതിനെ നമ്മൾ കൊടുത്തു വിടുക. അത് ഇതെല്ലാം കൂടെ വഹിച്ചുകൊണ്ട് നമുക്ക് പോകാം. അപ്പൊ ഇങ്ങനെ ചിന്തിച്ചു, അത് ഇസ്രായേൽ ഗോത്രങ്ങളുടെ പാപമെല്ലാം കൂടെ വഹിക്കുന്ന കുഞ്ഞാണ്. ഉൽപ്പത്തി 22-ൽ വ്യക്തികളെ ആ പാപത്തിന് പരിഹാരം വരുത്തുന്ന കുഞ്ഞാണ്. പുറപ്പാട് 12-ൽ കുടുംബങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തുന്ന കുഞ്ഞാണ്. ലേവ്യ 16-ൽ 12 ഗോത്രങ്ങൾക്ക് വേണ്ടി പാപം വഹിച്ചു പോകുന്ന കുഞ്ഞാണ്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ കുഞ്ഞാടിന്റെ വിശേഷത വ്യക്തിക്കും കുടുംബത്തിനും ഗോത്രത്തിനും മാത്രമല്ല, മുഴു ലോകത്തിന്റെ പാപം വഹിക്കുന്ന കുഞ്ഞാണ്. യേശുക്രിസ്തു മുഴു ലോകത്തിന്റെ പാപം വഹിക്കുന്നവനാണ്. നീ ഏത് മതത്തിലോ കുലത്തിലോ കുടുംബത്തിലോ നിലത്തിലോ നിലവാരത്തിൽപ്പെട്ട വ്യക്തിയാതൊരു ദൈവത്തിന്റെ വിഷയമല്ല. മനുഷ്യനായുടെ ഈ മതവും ജാതി സ്പർദ്ധയൊക്കെ ഉണ്ടാക്കിയത് ദൈവത്തിന് നിന്നും വിഷയമാണ് അല്ലേ? ദൈവത്തിന് നിന്നും ഞാൻ ഇവിടെ തൊട്ടുകൂടായ്മയും തീണ്ടി കൂടായ്മയും പള്ളിക്കൂടത്തിൽ കയറ്റുകാരായിരുന്നു അല്ലേ? എല്ലാവരും ഒന്നും പള്ളിക്കൂടത്തിൽ കയറ്റുകയല്ല. പള്ളിക്കൂടത്തിൽ എല്ലാം പെങ്കൊച്ചുകാരെന്ന് പറഞ്ഞ് പള്ളിക്കൂടത്തിന് തീ വെച്ചു. അത് തിരുവനന്തപുരത്താണ്. സ്തോത്രം. ഉദ്ദേശിക്കുന്ന തീ അല്ല. ഒരു പെൺകുട്ടിയെ പള്ളിക്കൂടത്തിൽ കയറ്റി ഇരുത്തിയെന്ന് പറഞ്ഞാൽ പള്ളിക്കൂടത്തിന് തീ വെച്ചു. കാരണം ഐതം കുമ്പനാടിനടുത്ത് പുല്ലാടും അതുപോലെ കണ്ട് തീയൊപ്പം നടന്നതാണ്. അത് ഭാഗത്ത് ഇപ്പൊ പറയുന്നില്ല. സ്കൂളിൽ കയറ്റുകയില്ല, ഒന്നും ചിരിക്കാൻ അനുവദിക്കുകയില്ല, ഭക്ഷണം കഴിക്കാൻ അനുവദിക്കുകയില്ല, വസ്ത്രം ധരിക്കാൻ അനുവദിക്കുകയില്ല, പരിപാടി കൂടെ നടക്കാൻ അനുവദിക്കുകയില്ല. സംസ്കൃതം മിണ്ടിപ്പോകരുതെന്ന ആരാ? നമ്മൾ ഒക്കെ അവർ പറഞ്ഞോളും. നമ്മള് പാതപോലെ കേൾക്കരുത്. കേട്ടോ? അന്നേരം പടുതി കണ്ടിക്കും. ഇത്ര അകലം ദൂരത്ത് നടന്നോണം. അടുത്തേക്ക് ചെല്ലരുത്. അടുത്ത് ചെന്നാൽ വേറെ അടിയാം. അടി കിട്ടാതിരിക്കാൻ അവർ കണക്കിട്ടിരിക്കുന്ന അടിക്ക് ദൂരെ നിന്നോണം. ഇതൊക്കെ ഒരു കാലമുണ്ടായി. സ്തോത്രം.
അന്തരീക്ഷമായിരുന്നു. അതിനെല്ലാം മാറ്റം വന്നത് സുവിശേഷമാണ്. അപ്പോൾ ഈ സുവിശേഷം സകല മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുന്നത്. ഏത് കുലത്തിനും കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും നിനക്ക് യേശുവിനെ ആരാധിക്കാം. യേശു ക്രിസ്തു ഏക ദൈവമാണ്, മുഴു ലോകത്തിന്റെ ദൈവമാണ്. സകല പാപങ്ങളും യേശു ക്രിസ്തുവിനാൽ പരിഹരിക്കപ്പെടും. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോലും നമ്മെ ശുദ്ധീകരിക്കും. ആൺപ്രവർത്തന്മാരുടെ ആളങ്കിടാങ്ങളുടെ രക്തവും മലിനപ്പെട്ടവൻ തെളിയുന്ന പശുവസ്തുവും ജഡികശുദ്ധി വരുത്തുമ്പോൾ നിത്യാത്മാവിനാൽ പിതാവാം ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം സകല പാപവും പോലും നമ്മെ ശുദ്ധീകരിക്കും. അവിടുന്ന് മാത്രമാണ് പാപപരിഹാരം വരുത്തുന്നത്. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. സ്തോത്രം. 2-ാം അധ്യായത്തിൽ അവിടുന്ന് അടയാളങ്ങൾ ആദ്യത്തെ അടയാളം യേശുവിനെ അടയാളങ്ങളുടെ ആരവമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി. അതാണ് 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ കാനാവിലെ കല്യാണ വീട്ടിൽ യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. സ്തോത്രം. അത്ഭുതങ്ങളുടെ ദൈവമായി അവിടുന്ന് വെളിപ്പെടുത്തി. 3-ാം അധ്യായത്തിൽ അവിടുന്ന് നിത്യജീവൻ കൊടുക്കുന്ന ദൈവമാണ്. രാത്രിയിൽ വന്ന വ്യക്തിയോട് യേശു സംഭാഷിച്ചു. ഒടുവിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അവിടുന്ന് നിത്യജീവൻ കൊടുക്കുന്ന ദൈവമാണ്. വീണ്ടും ജനിക്കണം, വീണ്ടും ജനനം. സ്തോത്രം. വചനത്താലുള്ളൊരു ജനനം അത് നടക്കണം. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തരും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം അത് നസറേയനായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. മറ്റൊരുത്തരും രക്ഷയില്ല. ആ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ വിശ്വസിച്ച് ഏറ്റെടുത്ത് വായുകൊണ്ട് ഏറ്റു പറയണം. എന്നാൽ നീ രക്ഷിക്കപ്പെടും. അങ്ങനെ നിത്യജീവൻ പ്രാപിക്കണം. അതാണ് 3-ാം അധ്യായത്തിലെ വിഷയം. മുമ്പേ ഓർപ്പിച്ചത് 4-ാം അധ്യായത്തിൽ അവൻ ആത്മാവാകുന്ന ദൈവം. അവിടുത്തെ ആരാധിക്കുമ്പോൾ ആത്മാവിന് സത്യത്തിൽ ആരാധിക്കണം. ആ നിലയിൽ ഇനിമലയിലും എന്ന കർത്താവ് പറഞ്ഞത് സത്യനിസ്കാരികൾ പിതാവിനെ ആത്മാവിൽ സത്യത്തിലും ആരാധിക്കണം. അതാണ് സത്യാരാധന. അതാണ് 4-ാം അധ്യായത്തിൽ. ആരെ ആരാധിക്കണം? യേശുവിനെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? ഈ പുസ്തകം പഠിപ്പിക്കുന്നത് വേറെ ആരെ ആരാധിക്കരുത്. നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കൂ. അങ്ങനെ ചോദിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് വേറെ ആരെ ആരാധിക്കരുതെന്ന ഈ പുസ്തകം പഠിപ്പിക്കുന്നത്. സ്തോത്രം. ആരാധനയ്ക്ക് യോഗ്യൻ ദൈവമാണ്. ഒരു മനുഷ്യനെ കയറി ആരാധിക്കരുത്. അന്നകാലിക മൃഗത്തെ ഒന്നും കയറി ആരാധിക്കരുത്. മൃഗത്തെ കൊല്ലുമൊന്നും വേണ്ട, അതിനെ വളർത്തുകയോ അതിനെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയൊന്നും ചെയ്യണ്ട. പക്ഷെ അതിനെ ആരാധിക്കരുത്. ആരാധനയ്ക്ക് ദൈവം മാത്രമല്ല. സ്തോത്രം. വീട്ടിൽ പശു കൊണ്ട് അതിനെ വളർത്തിക്കോ. പക്ഷെ ആരാധനയ്ക്ക് യോഗ്യൻ ദൈവമാണ്. പട്ടി വീട്ടിലുണ്ട്, പട്ടിയെ കയറി ആരാധിക്കരുത്. പട്ടിയെ വളർത്താതിരിക്കുക നിങ്ങളുടെ പിന്നിലെ പോലെ. സ്തോത്രം. ഞാൻ കഴിഞ്ഞേച്ച് പിന്നെ പറയരുത് ദൂതങ്ങളുണ്ടാകും. രണ്ടുപേരും കൂടെ നല്ല പട്ടി അങ്ങനെ ദൂരം പറയാൻ നീ നോക്കുക, എൻ്റെ പട്ടിയില്ലാത്ത അങ്ങനെ വീട്ടിൽ പോവാം. അപ്പൊ ചെല്ലു കഴിഞ്ഞപ്പോൾ പ്രാർത്ഥന കർത്താവ് ദൂതനോട് പറയും പട്ടിയെ കൂടെ ശ്രദ്ധിച്ചോണം. ഭ്രൂണമുണ്ട് ദൈവമേ അതിനും കൂടെ. സ്തോത്രം. അപ്പൊ ദൈവദൂതന്മാരുടെ സംരക്ഷണം ഉണ്ടാകണം. ആരാധനയ്ക്ക് യോഗ്യൻ ദൈവമാണ്. ആരെ ആരാധിക്കണം? ദൈവത്തെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്. ആരാധനയ്ക്ക് യോഗ്യൻ അവിടുന്ന് മാത്രം. അതാണ് 4-ാം അധ്യായത്തിൽ. 5-ാം അധ്യായത്തിൽ സകല ദീനങ്ങളും വ്യാധികളും പുറപ്പിക്കുന്ന ദൈവം. അതാണ് 5-ാം അധ്യായത്തിൽ. ആ കുളക്കരയില് സകലവിധ ദീനക്കാരും വന്ന് കിടക്കുകയാണ്. വായിച്ചിരുന്ന 5-1. അതിനുശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരൂശലേമിലേക്ക് പോയി. യെരൂശലേമിൽ ആട്ടുവാതുക്കൾ ബെഥെസ്ദ എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതത് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. അവ ചുരുക്കി പറഞ്ഞാൽ നല്ല സ്ഥലത്തായി വന്ന് കിടക്കുന്ന, പക്ഷേ സൗഖ്യമൊന്നും യാതൊരു സൗഖ്യമില്ല. നാട്ടിൽ ബാധിക്കില്ല. അങ്ങനല്ലേ? നാട്ടിൽ ബാധിക്കില്ല. നല്ല സ്ഥലമാണ്, പക്ഷെ യാതൊരു സൗഖ്യവും. നിങ്ങൾ എവിടാ? എന്തിക്കോസ് എന്താണ് വിശേഷം? ഒരു സമാധാനം.
എന്തിനാണോ നിങ്ങളോട് വന്നത്? നമ്മൾ എവിടെ അത് വലിയ ദിവസം ഒരു സ്വസ്ഥത. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഞാൻ പറഞ്ഞു. കൊച്ചുങ്ങളെ ഓർക്കപ്പെടാം. നല്ല സ്ഥലമാണ് യെരൂശലേമിലെ. യെരൂശലേമില്ല അങ്ങനെ എഴുതിയത് വായിച്ചേ. നല്ല സ്ഥലമാണ് യെരൂശലേമിലെ. തമ്മിൽ ഇണങ്ങിയ നഗരമായി പണിതിരിക്കുന്ന അവിടെ കിടക്കുന്ന. പക്ഷെ നല്ല സ്ഥലത്താണ് ബന്ധുക്കോസ്. ഒരു കാര്യം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതാണ്. ടെൻഷൻ കൂടിയത് കൊണ്ടാണ് ഇതിനകത്ത് വന്നത്. വന്നു കഴിഞ്ഞപ്പോ പിന്നെ നിങ്ങൾക്ക് മനസ്സിലായോ? വന്ന സ്ഥലം നല്ലതാണ്. നല്ല നമ്മൾ വന്നേക്കുന്നത് പെന്തിക്കോസ് അല്ലേ? ഞാന് കുറച്ച് നാളായി പെന്തിക്കോസ് വന്നിട്ട് ഇന്ന് വരെ തോന്നിയിട്ടില്ല വന്ന അബദ്ധമായിരുന്നു. എന്നാലും ഒന്ന് രണ്ട് പേര് പറഞ്ഞു വരേണ്ട കാര്യം ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ തന്നെ ആയിരുന്നു വരേണ്ടത്. ഇവിടെ തന്നെ വരേണ്ടത്. 10-30 വർഷം കഴിഞ്ഞ് പെന്തിക്കോസ് വന്നിട്ട് ഇന്ന് വരെ തോന്നിയിട്ടില്ല വന്നത് അബദ്ധമായിരുന്നു. അടുത്ത കാലത്ത് ഒന്നിനോട് പറഞ്ഞു പെന്തിക്കോസ് എല്ലാം തകർന്നിട്ട്. പെന്തിക്കോസ് ഒന്നും തകർന്നിട്ടില്ല, തകർക്കത്തുമില്ല, തകരാൻ ഒക്കത്തുമില്ല. ഇവിടേക്ക് ഞാൻ ഈ സഭയ്ക്കകത്തുള്ളവരുടെ കാര്യമാണ് ഈ പറഞ്ഞത്. ഈ സഭയ്ക്കകത്തുള്ള മുഴുവൻ എണ്ണം വിട്ടുപോയാലും പെന്തിക്കോസിന് കുഴപ്പമൊന്നും വരില്ല. ഒരു കുഴപ്പം വരില്ല. ചില പറഞ്ഞപ്പോ പെന്തിക്കോസിന്റെ ആൾക്കാരങ്ങ് പൊളിഞ്ഞു പോട്ടെ. നമ്മളല്ലേ ഇപ്പൊ പെറുക്കെടുക്കാൻ പറ്റുമോ? പെറുക്കിയെടുക്കാൻ പറ്റുമോ? പെന്തിക്കോസിന് ഒരു കുഴപ്പവും വരികയല്ല. പ്രൈസ് ദി ലോർഡ്. പെന്തിക്കോസ് അനുഭവമുള്ളവർക്കും ഒരു കുഴപ്പവും വരികയല്ല. കർത്താവ് ഒരിക്കൽ ചോദിച്ചല്ലോ നിങ്ങൾക്കും പോയിക്കൂടാ മനസ്സിൽ വന്നു. കർത്താവ് ചോദിച്ചില്ലേ? യേശു ചോദിച്ചില്ല ഇവിടെ പഴയതുപോലെ ഇപ്പൊ യോഗത്തിന് ആളൊന്നും ശിഷ്യന്മാര് പറഞ്ഞു ഇങ്ങനൊന്നും പ്രസംഗിച്ച ആൾക്കാർ വരികയല്ല. അയനാന്ന് പിന്നെ ഞാൻ അവിടെ എന്നാ പറഞ്ഞു? യേശു ചോദിച്ചു. ഞാൻ അവിടെ നല്ല മെസ്സേജായിരുന്നു. മെസ്സേജോ? ഞാൻ അവിടെ പറഞ്ഞായിരുന്നു ഒരു നാഴിക നടക്കാൻ നിർബന്ധിച്ച 2 നാഴിക. അത് കേട്ടുകൊണ്ട് കുറേ പേര് പറഞ്ഞു ഇനി ഞങ്ങൾ ഈ യോഗത്തിന് അങ്ങനെ ആള് പിരിയുന്നത്. ഇന്നലെ ഇവിടെ പ്രസംഗിച്ചാൽ ഇന്നലെ പ്രസംഗിച്ചത് ഇവിടെ അടിച്ചാൽ ഇവിടെ കൂടെ കാണിച്ചു കൊടുക്കണം. അന്നേരം പകുതി പേര് പോയി. അവർ തിരിച്ചടിക്കാൻ വന്നവരാ. പ്രാർത്ഥിച്ചടിക്കാന്ന് ഓർത്ത അവര് യേശുവിനെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിച്ചേച്ച് തിരിച്ചടിക്കാൻ അവർ വന്ന. അന്നേരം നിന്റെ പ്രസംഗമാ ഇവിടെ അടിച്ചാണ് ഇവിടെ കാണിക്കാൻ. അവർ പിന്നെ യോഗത്തിന് വരിക. ഇന്ന് പകൽ തന്നെ മെസ്സേജ്. പകൽ നല്ല മെസ്സേജ് ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ആ പകൽ പറഞ്ഞ അതാ കുറെ പേര് ഇറങ്ങിപ്പോയത് കണ്ട പ്രസംഗത്തിനിടെ. അതിന് എന്തുവാ പറഞ്ഞു? ശത്രുവിന് വിശക്കുന്നതിന് തിന്നാൻ കൊടുക്കാനോ? അവനെ എങ്ങനെ ഒതുക്കാൻ നോർത്താ അതുങ്ങളെല്ലാം കൂടെ യോഗത്തിന് വന്ന് ഇരിക്കുന്നത്. ശത്രുവിനെ എങ്ങനെ തകർക്കാം, അവനെ എങ്ങനെ മുടിച്ച് അതിനെ അവർ വന്ന. അന്നേരം നീ പറയാം അവർക്ക് വ്യാപാട് കൊടുക്കാനോ? ആള് വരികയല്ലെന്ന് പറഞ്ഞു. അവർ വരുത്തുമില്ല, അവർ വേറെ കൂട്ടായ്മ എപ്പറ തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പൊ യേശു എൻ്റെ ഭാവന അങ്ങ് പറയും. യേശു പറഞ്ഞു നമ്മൾ ഇന്നാളൊരു 70 പേർക്ക് ഓർഡിനേഷൻ കൊടുത്തായിരുന്നല്ലോ. 70 പേർക്ക്. അവര് അമ്പൂരിയിൽ വേറെ സഭ തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പൊ കർത്താവ് പിന്നെ നിങ്ങൾ 12 പേരും പോകാതെ ഈ പമ്മി ചവിട്ടി നിൽക്കുന്ന തന്നെ നിങ്ങൾക്കും പോയിക്കൂടാൻ എന്ന് പറഞ്ഞ പ്രസംഗത്തിന്റെ മെതേഡ് മാറ്റത്തില്ല. നമ്മളായിരുന്നു പറയാം പീറ്റർ ഞാൻ നാളെ മുതൽ ശ്രദ്ധിക്കാം എൻ്റെ മെതേഡൊന്ന് മാറ്റാം. മെതേഡ് മാറ്റുകയല്ല.
നിങ്ങൾക്ക് വേണേ പോകാം. നിങ്ങൾക്ക് പോയിക്കൂടാൻ മനസ്സില്ലയോ? ചോദ്യം അങ്ങോട്ട് വിട്ടോടെ. അവിടെ ഇരിക്കണം, നീ എവിടെ? അപ്പോൾ പത്രോസ് തിരിച്ച് പ്രതിവചിച്ചു, അയ്യോ, നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലാ, നിന്നെ വിട്ടു പോകാൻ ഞങ്ങളോട് പറയരുത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അപ്പം തിന്നാൻ വന്നവരല്ല, അത്ഭുതം കണ്ടു വന്നവരല്ല. അത് തെറ്റാന്നല്ല, അപ്പം തിന്നുന്നത് നല്ലതാ, അത്ഭുതവും നല്ലതാ. ഞങ്ങൾ അത്ഭുതം കണ്ടു വന്നവരല്ല, അപ്പം തിന്നാൻ വന്നവരല്ല, തുണി മണി ഒന്നും നോക്കി വന്നതല്ല, പാർപ്പിടം കിട്ടുമെന്നോർത്ത് വന്നതല്ല, വീട് കിട്ടുമെന്നോർത്ത് വന്നതല്ല, വണ്ടി കിട്ടുമെന്നോർത്ത് വന്നതല്ല, തയ്യൽ മെഷീൻ മേടിച്ച് തരുമെന്നോർത്ത് വന്നതല്ല, പൈസ കിട്ടുമെന്നോർത്ത് വന്നതല്ല. ഞങ്ങൾ നിത്യജീവന്റെ മൊഴി തപ്പി വന്നതാ. അത് നിന്റെ പക്കലാ, നിന്നെ വിട്ടുപോകാൻ ഞങ്ങളോട് പറയരുത്. ഇന്ന് രാത്രി തീരുമാനത്തോടെ നിൽക്കണം. എന്ത് പ്രശ്നങ്ങൾ വന്നാലും, എന്ത് കഷ്ടങ്ങൾ വന്നാലും, എന്ത് പോരാട്ടങ്ങൾ വന്നാലും അവിടുത്തെ ഉപേക്ഷിച്ച്, അവിടുത്തെ ത്യജിച്ച് ഞാൻ പിന്മാറത്തില്ല. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാ, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാ. ക്ഷീണിച്ചു പോകരുത്, മടുത്തു പോകരുത്. നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലാ. Praise the Lord. നല്ല സ്ഥലത്താ വന്ന് കിടക്കുന്ന, പക്ഷെ മുഴുവൻ ദീനമാണ്. ചിലരങ്ങനെ നല്ല സ്ഥലത്താ വന്ന്, പട്ടണത്തിന്റെ ഇരിപ്പൊക്കെ മനോഹരം, പക്ഷെ വെള്ളം ചീത്ത, ദേശം ഗർഭനാശകമാണ്. ദൈവത്തിന് മഹത്വം, കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല സ്ഥലത്താ ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ മാർഗത്തിൽ വന്നതാ ഏറ്റവും ഭാഗ്യം. ഞാൻ എൻ്റെ ചെറിയ അനുഭവത്തിൽ നിന്ന് പറയാം. പെന്തിക്കോസി വന്നത് കൊണ്ടാ നമ്മൾ രക്ഷപ്പെട്ടത്. അതെ അതെ, എല്ലാത്തിനും മാറ്റം വന്നത് ഈ പെന്തിക്കോസി വന്നത് കൊണ്ടാണ്. ഇതിനകത്ത് വന്നതാണ് നമ്മുടെ രക്ഷ. വേദപുസ്തകത്തിന് വെളിച്ചത്തിൽ പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടു. അതാണ് നമ്മുടെ ഭാഗ്യം. അതുകൊണ്ട് ഞാൻ പറയാനുണ്ട്, 10-30 വർഷമായി പെന്തിക്കോസി വന്നിട്ട് ഇന്ന് വരെ തോന്നിയിട്ടില്ല വന്നത് അബദ്ധമായത്. എനിക്ക് തോന്നിയിട്ടില്ല. പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ എനിക്ക് നിങ്ങൾക്കും ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ പെന്തിക്കോസിനൊരു കുഴപ്പമില്ല. സ്തോത്രം, സ്തോത്രം. ചിലരൊക്കെ ധരിച്ചു വെച്ചേക്കുന്ന പെന്തിക്കോസ് എല്ലാം തകർന്ന് ഇനി പെന്തിക്കോസ് രക്ഷപ്പെടുകയില്ല. സ്തോത്രം. ശരിയായ ഉപദേശമായത്, ഏറ്റവും നല്ല ശ്രേഷ്ഠമായ ഒരു ഉപദേശമായി പെന്തിക്കോസ് ഉപദേശം. നിങ്ങൾ ശരിക്കും പഠിച്ചു. മറ്റുപദേശങ്ങളിലെല്ലാം പരിവക്കേടുകളുണ്ട്. ഇത് ഏറ്റവും നല്ല ഉപദേശം. ഈ ഉപദേശപ്രകാരം ജീവിച്ചാൽ ഇതുപോലെ ശ്രേഷ്ഠമേറിയൊരു ജീവിതം അറിയും. അപ്പൊ സകലവിധ ദീനങ്ങളെ, വ്യാധികളെ സൗഖ്യമാക്കി. അതാണ് 5-ാം അധ്യായത്തിൽ. 6-ാം അധ്യായത്തിൽ സ്വർഗത്തിൽ നിറങ്ങുവന്ന ജീവന്റെ അപ്പം ഓടിച്ചവസാനിപ്പിക്കുക. 7-ാം അധ്യായത്തിൽ നിത്യജീവൻ ആത്മ നിറവിനെ കൊടുക്കുന്ന ദൈവം. അതാണ് 7-ാം അധ്യായത്തിൽ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ആത്മ നിറവിനെ കൊടുക്കുന്ന ദൈവം. 8-ാം അധ്യായത്തിൽ ഓർപ്പിച്ചല്ലോ, വെളിച്ചമാകുന്ന ദൈവം. 9-ാം അധ്യായത്തിൽ വരുമ്പോൾ പുറവിയിലെ കുരുടനെ സൗഖ്യമാക്കിയ ദൈവം. 10-ാം അധ്യായത്തിൽ നല്ല ഇടയനായ ദൈവം, ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന നല്ല ഇടയൻ. ഇതുപോലൊരു ഇടയൻ വേറെ ഇല്ല. ശ്രേഷ്ഠ ഇടയൻ, യോഗ്യനായ ഇടയൻ, ആടുകളുടെ വലിയ ഇടയനാകുന്ന നല്ല കർത്താവാകുന്ന ക്രിസ്തു യേശു. അതാണ് 10-ാം അധ്യായം. 11-12 അധ്യായങ്ങളിൽ ഓർപ്പിച്ചല്ലോ, മരിച്ച് നാറ്റം വെച്ച് 4 ദിവസമായ ലാസറിനെ അവിടുന്ന് ഉയർപ്പിച്ചു. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം. ഇന്ന് രാത്രി ഞാൻ നിങ്ങളും ആരാധിക്കുന്ന യേശു മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവമാണ്. എന്ന് പറഞ്ഞാൽ യേശു കൊല്ലുന്ന ദൈവമല്ല, അവിടുന്ന് ജീവിപ്പിക്കുന്ന ദൈവമാണ്. മരിച്ചവരെ ഉയർപ്പിക്കുന്നവൻ, അവിടെ നിന്ന് ഉയർത്ത് ജീവിക്കുന്ന ദൈവമാണ്. യേശു നിത്യജീവൻ കൊടുക്കുന്ന ദൈവമാണ്. അവിടുന്ന് ജീവൻ പ്രദാനം ചെയ്യുന്ന ദൈവമാണ്. അത് 13-ാം അധ്യായത്തിൽ പെസഹ. 14-ാം അധ്യായത്തിൽ അവൻ പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഇനി 14-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം വായിക്കാം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. യേശു തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അതെന്താ അങ്ങനെ കർത്താവ് പറയാൻ കാര്യം? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ഭാഗം പഠിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. 14-ാം അധ്യായത്തിൽ പറയുകയാണ്.
അത് പറയാനുള്ളതിന്റെ കാരണം നമുക്കറിയാം. 13-ാം അധ്യായം ഞാൻ ഓർപ്പിച്ചല്ലോ, പെസഹായ. അതാണ് 13-ാം അധ്യായത്തിലെ വിഷയം. യോഹന്നാന്റെ സുവിശേഷം 13. ആ പെസഹയോട് ബന്ധപ്പെട്ട പാദം കഴുകല്. ഈ 13-ാം അധ്യായത്തിൽ പെസഹ, ഈ പെസഹയുടെ സമയം വന്നപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, സ്തോത്രം, നമ്മള് പെസഹായ്ക്ക് ശിഷ്യന്മാർ പറഞ്ഞു, ഗുരു, പെസഹായാണ് ഞങ്ങൾ ഇവിടെ ശാല ഒരുക്കേണ്ടത്. അതിന് അങ്ങനെ പറയാൻ കാര്യം പെസഹായപ്പോ ശിഷ്യന്മാർ വന്ന് പറഞ്ഞു, ഗുരു, ഞങ്ങൾ എവിടെ ശാല, സ്തോത്രം, എവിടെ ഒരുക്കണമെന്ന്. നീ പെസഹ കഴിപ്പാൻ ഞങ്ങൾ എവിടെ ഒരുക്കണം? നിങ്ങളാണ്ട ചോദ്യം ചോദിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷം ഒന്നെടുത്തേ. അതിന്റെ 14-ാം അധ്യായത്തിന്റെ 12 മുതൽ ഒന്ന് വായിച്ചേ. പെസഹ കുഞ്ഞാടിനെ അറുക്കുന്നതായി പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം നാളിൽ ശിഷ്യന്മാർ അവനോട് നീ പെസഹ കഴിപ്പാൻ ഞങ്ങൾ എവിടെ ഒരുക്കണമെന്ന് ചോദിച്ചു. അതെന്നെ അങ്ങനെ ചോദിക്കാൻ കാര്യം? നീ പെസഹ ഒരുക്കേണ്ടതിന് ഞങ്ങൾ എവിടെ, പെസഹ കഴിക്കേണ്ടതിന് ഞങ്ങൾ എവിടെ ഒരുക്കണം? അതെന്നെ അങ്ങനെ ചോദിക്കാൻ കാര്യം? ഒറ്റ വാക്കി പറഞ്ഞാൽ, ഇവരാരെയായി സേവിക്കുന്ന, ആരുടെ കൂടെയാ പോകുന്നത്? യേശുവിന്റെ കൂടെ. ഈ ശിഷ്യന്മാരിങ്ങനെ ചോദിക്കണം, എവിടെ ഒരുക്കേണ്ടെന്ന് ചോദിക്കാൻ കാര്യം? കയറി കിടക്കാൻ ഇടമൊന്നുമില്ല, യാത്ര ചെയ്യാൻ വാഹനമില്ല. സ്തോത്രം. എൻ്റെ ഭാഷ ചില വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ വേറെ വസ്ത്രങ്ങളും അധികമില്ല. സ്തോത്രം. ഫിക്സഡ് ഡിപ്പോസിറ്റും ഇല്ല, അന്നെന്നുള്ളതാ. സ്തോത്രം. ഒന്നുമില്ല, ഭൗതികമായിട്ട് വലിയ മെച്ചമില്ല. ഇരുന്ന് പ്രസംഗിക്കാൻ ഒരിടമില്ല. അതുകൊണ്ടാ എല്ലാവരുടെയും വള്ളത്തെ കയറിയിരുന്നു. ശിഷ്യന്മാരെല്ലാം രാത്രി പോകും, യേശു രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുക. കയറി കിടക്കാൻ ഇടമില്ല, പാട്ടുകാരൻ പഠിക്കുന്ന തലചായ്ക്കാൻ ഇടമില്ലെന്നാണ്. സ്തോത്രം. യോഗം നടത്താൻ സ്ഥലമില്ല, യാത്ര ചെയ്യാൻ വാഹനമില്ല, ഒന്നുമില്ലാത്തവനായിട്ട്. അതുകൊണ്ടാണ് ചോദിച്ചത്, ഞങ്ങൾ എവിടെ പെസഹ ഒരുക്കേണ്ടത്? അപ്പൊ യേശു ശിഷ്യന്മാരോട് പറഞ്ഞ ഭാഗമാണ്, നിങ്ങൾക്കെതിരെയുള്ള അവൻ ശിഷ്യന്മാരിൽ 2 പേരെ അയച്ചു, നഗരത്തിൽ ചെല്ലുവേ. നിങ്ങൾ ആ നഗരത്തിൽ ചെല്ലണം. അവിടെ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപ്പെടും. അവന്റെ പിന്നാലെ നിങ്ങൾ ചെല്ലണം. അവൻ കടക്കുന്നിടത്ത് ആ വീട്ടുടയവനോട് അപ്പോൾ യേശു പറയുക, നിങ്ങൾ പെസഹ ഒരുക്കേണ്ടത് നിങ്ങൾ നഗരത്തിൽ ചെല്ലണം. അപ്പൊ ഒരു കുടം വെള്ളവും കോരിക്കൊണ്ട് ഒരുത്തൻ വരും, അടയാളമാണ്. അവനുമായിട്ട് ഉടക്കൊന്നും ഉണ്ടാക്കരുത്. അവനോടൊന്നും ചോദിക്കേ, ഇപ്പോഴാന്നോടാ വെള്ളം കോരിക്കൊണ്ട് വരുന്നത്, പെസഹയുടെ ടൈം ആകുമ്പം. അവൻ നമ്മുടെ വിഷയമല്ല. അവനൊരു വലിയ വീട്ടിൽ കിടക്കും, നിങ്ങളും അവിടെ ചെല്ലണം. വീട്ടുടവനോട് ചോദിക്കണം, ഞാൻ എന്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിപ്പാനുള്ള ശാല എവിടെയെന്ന് ഗുരു ചോദിക്കുന്നു എന്ന് പറവിൻ. അടുത്തത്, അവൻ വിരിച്ചൊരുക്കിയ ഒരു വന്മാളിക കാണിച്ചു തരും. വിരിച്ചൊരുക്കിയ വന്മാളിക കാണിച്ചു തരും. അവിടെ നമുക്ക് ഒരുക്കുവീൻ എന്ന് പറഞ്ഞു. അവിടെയാണ് പെസഹ ഒരുക്കേണ്ടത്, വിരിച്ചൊരുക്കിയ വന്മാളിക. ഇത് കർത്താവ് പറയാനുള്ളതിന്റെ കാരണം, കയറിക്കിടക്കാൻ ഇടമില്ല, തലചായ്ക്കാൻ ഇടമില്ല, യോഗം നടത്താൻ സ്ഥലമില്ല, യാത്ര ചെയ്യാൻ വാഹനമില്ല, ഭക്ഷണവും എപ്പോഴും ഒന്നും ലഭിക്കത്തില്ല. ചിലരെ അത്താഴത്തിന് വിളിക്കും, ചിലരെ മുത്താഴത്തിന് വിളിച്ചിട്ടുണ്ട്. മിക്കപ്പോഴും യോഗം കഴിഞ്ഞ് നിങ്ങൾ മിക്കപ്പോഴും പോകുന്നത്. ചിലയിടങ്ങളിലൊക്കെ സമൃദ്ധിയാക്കിയ ഭക്ഷണം കൊടുത്തു, ചില സമയത്ത് വിശന്ന് ഊപ്പാട് വന്നുകൊണ്ടാണല്ലോ വലിയവരുടെ വയലിറങ്ങി കതിര് പറിച്ച് തിരുമ്മി തന്നു. ഒരിക്കലും അവിടുന്നും വിശന്നേച്ച് അത്തിയെ നോക്കി, അവിടുന്ന് വെച്ചു. പാപമൊഴികെ നമുക്ക് തുല്യമായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ട ക്രിസ്തു. വിശപ്പിന്റെ കാഠിന്യം കൊണ്ടാന്നോ മറന്നുപോയത് കൊണ്ടാന്നോ എന്തോ ജിമോന്റെ വീട്ടിൽ ചെന്നപ്പോ കൈ കഴുകാതെ ഭക്ഷണവും കഴിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിസന്ധിയായി ശുശ്രൂഷയില്
അപ്പൊ അതുകൊണ്ടാണ് ചോദിച്ചത് എവിടെ പെസഹ കഴിക്കേണ്ടത്. അപ്പൊ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ചെല്ലുമ്പോൾ നഗരത്തിൽ ചെല്ലണം, ഒരു മനുഷ്യൻ വെള്ളം കോരിക്കൊണ്ട് വരും, അവനെ നിങ്ങൾക്ക് എതിർപ്പെടും, അവന്റെ കൂടെ ചെല്ലണം, വീട്ടിടുന്നവനുടെ കാര്യം പറയണം, അവൻ വിരിച്ചൊരുക്കിയ ഒരു വന്മാളിക കാണിച്ചു തരും. അവിടെ നമുക്ക് ഒരുക്കുവിൻ എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ പുറപ്പെട്ട് നഗരത്തിൽ ചെന്ന് അവൻ തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ടു പെസഹ ഒരുക്കി. ഈ പ്രവചനം പറഞ്ഞതുപോലെ തന്നെ നടന്നു. ഇവരെ പെസഹ ഒരുക്കി. അപ്പൊ 13-ാം അധ്യായത്തിൽ ഈ വന്മാളിക, അത് നഗരത്തിൽ, ഞാനിങ്ങനെ പറഞ്ഞ ടൗണിലെ പട്ടണത്തിലെ വലിയ വന്മാളിക. ഈ വന്മാളികക്കകത്ത് യേശു ശിഷ്യന്മാര് പ്രവേശിച്ചു. എന്റെ ഒരു ഭാവനയും കൂടെ ചേർത്ത് പറയുക, വന്മാളിക, വിരിച്ചൊരുക്കിയ വന്മാളിക. ഈ വിരിച്ചൊരുക്കിയ വന്മാളികയിൽ ഇവരെല്ലാം ചെന്നിരിക്കുക. എന്റെ ഭാവനയാ, യേശു ഇരിക്കുന്നു, 12 ശിഷ്യന്മാര്. അപ്പൊ ഈ പട്ടണത്തിലെ ഈ വലിയ വീട്ടിൽ ചെന്ന് ഈ വന്മാളിക കണ്ട്, ഇവിടുത്തെ അറേഞ്ച്മെന്റ്സും ഇവിടുത്തെ ഫർണിഷഡായ കാര്യങ്ങളെല്ലാം കണ്ട്, എൻ്റെ ഭാഷയെ പറഞ്ഞ ഇവരുടെ ആകവാള് വെട്ടി. അപ്പൊ ഈ 12 പേരും ഇങ്ങനെ ഇരുന്നപ്പോ ഇവര് തമ്മിൽ സംസാരിച്ച് കാണണം. അത് എഴുതിയിട്ടില്ലെങ്കിലും ന്യായമായിട്ടൊരു ചിന്തയാ. ഇവര് തമ്മിൽ പറഞ്ഞു കാണുമായിരിക്കും, എടാ ഇത് ഭയങ്കരം വീടാ, നമ്മൾ ഉദ്ദേശിച്ച പോലൊരു വീടൊന്നും അല്ല, മുറികൾ ഒത്തിരി ഉണ്ടെന്നാണ് തോന്നുന്നത്. തന്നെ ഇതിൽ മുഴുവൻ ഈ ഫർണിഷ്ഡ് സാധനം, ഇതെല്ലാം ഇവിടുത്തെ തടിയല്ല, ഇതെല്ലാം വില കൂടിയ സാധനമാണ്, വെളിയിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് തോന്നുന്നത്. ഇങ്ങനെയൊക്കെ അഭിപ്രായം. അപ്പോൾ ഒരുത്തൻ പറഞ്ഞ ലൈറ്റൊന്നും ഇവിടുത്തെ ലൈറ്റ് ആകാൻ സാധ്യത ഇല്ല. അപ്പോൾ ഒരുത്തൻ, എൻ്റെ ചിന്തയായി പറഞ്ഞു കേട്ടോ, അവിടെ എഴുതിയിട്ടില്ല, ഭാവന അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഒരുത്തനെ അവിടെ സെറ്റിയിലോട്ടിരുന്നപ്പം അങ്ങ് താഴികം പൊങ്ങും, അപ്പം പറഞ്ഞ് ഇരുന്നിട്ട് നല്ല സുഖമായി, എഴുന്നേക്കാൻ തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞു കാണാം. അപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരുത്ത മനുഷ്യനല്ലേ, കാരണം ഇവര് മിക്കവരും മുക്കുവന്മാരാ, കടപ്പുറത്ത് ജീവിച്ചവരും കടലും വലയും പടകും വലയൊക്കെ ആയിട്ട് കൂടുതൽ ഇടപെട്ടവരാ. പിന്നെ വലിയ വിദ്യാഭ്യാസമൊന്നും ചിലർക്ക് ഇല്ല, സാധാരണക്കാരാ. അങ്ങനെ ആണല്ലോ അപ്പോസ്തലർ പറഞ്ഞത്, ഇവർ സാധാരണക്കാരാകയാൽ. അപ്പൊ ഈ നമുക്കറിയാം, ഈ തീരദേശത്ത് ഇവർ പാർക്കുന്നവർ അങ്ങനെ ചിന്തിച്ചോ, അല്ലെ കടലും പടകും വലയൊക്കെ ആയിട്ടാ, വലിയ സാമ്പത്തിക ഭദ്രത അധികം കാണുകയിലായിരിക്കാം. ഇങ്ങനെയുള്ള ഇവര് ഈ പട്ടണത്തിൽ ചെന്ന്, ഈ പ്രൗഢഗംഭീരമായ ഈ വീട്ടിൽ ചെന്ന്, ഈ വീട് വന്നതിന്റെ ചുറ്റുപാടും ഇതൊക്കെ കാണുമ്പോൾ ന്യായമായി സാമാന്യ നിലയിൽ ചിന്തിച്ചാൽ മതി, അകവാള് വെട്ടി. അപ്പൊ അഭിപ്രായമൊക്കെ പറഞ്ഞു കാണും. അതിനിടയ്ക്ക് ഒരുത്തം പറഞ്ഞു കാണും, ഞാനും ഇത് വന്നപ്പം മുതലെല്ലാം വായിച്ച് ചെയ്യുക. ആട്ടെ, നമുക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു, ഇല്ല, പുള്ളിയുടെ കൂടെ കൂടിയത് കൊണ്ടാണ് നമുക്ക് ഇതിനകത്ത് കയറാൻ ഇടയാ. അതാ എൻ്റെ പരമാർത്ഥം. യേശുവിനെ കണ്ടതും യേശുവിൻ്റെ കൂടെ കൂടിയതാ നിന്റെ ജീവിതത്തിന്റെ ഭാഗ്യം. നമ്മുടെ ജീവിതത്തിൽ എന്തേലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ ഈ മാർഗത്തിൽ വന്നതാ, യേശുവിനെ അറിഞ്ഞതാ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഒരുത്തൻ പറഞ്ഞു, ഈ വീട്ടിൽ കയറാനിടയായത് യേശുവിനെ കണ്ടതുകൊണ്ടാണ്. ഞാന് മറ്റു രീതിയിൽ നിങ്ങൾ ചിന്തിക്കരുത്. വലിയ വലിയ വീടുകളിൽ പാർത്തിട്ടുണ്ട്, അവിടെ പോയിട്ടുണ്ട്, അതെല്ലാം യേശുവിനെ കണ്ടതുകൊണ്ട്. അല്ലെ പഴയ രീതി വെച്ചാൽ ഒരൊറ്റ വീട്ടിൽ പോലും നമുക്ക് കയറാൻ ഇടവരികയല്ല. ഉന്നതന്മാരാകുന്ന മാന്യന്മാരാകുന്ന ആൾക്കാരുടെ വീട്ടിൽ പോകുവാനും പാർക്കുവാനും ഇടപെടാനും ഒക്കെ ഇടയായത് യേശുവിനെ അറിഞ്ഞതുകൊണ്ടാണ്, ഈ മാർഗത്തിൽ വന്നത് കൊണ്ടാണ്. അപ്പൊ ശിഷ്യന്മാർ പറഞ്ഞു കാണും, അദ്ദേഹത്തിന്റെ കൂടെ കൂടിയത് കൊണ്ടാണ് നമ്മൾ ഇത് കയറാനും ഇരിക്കാനും ഒക്കെ ഇടയായത്. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു കാണും, നമ്മളെ അധികം നേരെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഒരുത്തൻ ചോദിച്ചു, അതിനാന്നു പുള്ളി കഴിഞ്ഞ ആഴ്ച യോഗത്തിന് പറഞ്ഞായിരുന്നു, കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ ഇനി എന്നെ കാണുകയല്ലെന്ന്. കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ ഇനി എന്നെ കാണുകയല്ല. അപ്പോൾ ഒരുത്തൻ ചോദിച്ചു, പുള്ളി എങ്ങോട്ടാന്ന് പുള്ളിക്കും ഒന്നും തെളിച്ച് പറയുന്നില്ല. പുള്ളി ഒന്നും ചില കാര്യമൊന്നും യേശു തെളിച്ച് സത്യമില്ലേ. പിന്നെ ഇവരങ്ങ് വ്യാഖ്യാനിക്കുക. ഒരിക്കൽ യേശു പറഞ്ഞു, മന്ദിരം പൊളിക്ക് 3 ദിവസം കൊണ്ട് പണിയാന്ന്. ഒരുത്തൻ പറഞ്ഞു, 10-42 കൊല്ലം കൊണ്ട് പണിതതാ. പുള്ളി എനിക്കൊന്ന് ഷുഗറിന്റെ ടാബ്ലറ്റ് എടുത്തില്ലെന്നാ. അല്ല പിന്നെ ഇങ്ങനത്തെ വർത്താനമൊക്കെ ഇവർക്ക് പല കാര്യവും പിടികിട്ടിയില്ല.
ഒരിക്കൽ യേശു പറഞ്ഞു, യോന മത്സ്യത്തിന്റെ ഉദരത്തിരുന്ന പോലെ മനുഷ്യപുത്രൻ. അപ്പോൾ ഒരുത്തം അവിടെ എഴുതിയിട്ടില്ലെങ്കിൽ നമ്മൾ ആ കൂടെയാണെങ്കിൽ പറഞ്ഞത് നമുക്ക് പുള്ളി ഒരു സൈക്കാട്രിയെ കാണിക്കുന്നത് യേശുവിനെ. കർത്താവ് ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ചിലത് കാര്യം തെളിച്ച് പറഞ്ഞിട്ടില്ല. അപ്പൊ ഒരുത്തം പറഞ്ഞ ഇടേ അധിക നേരം ഒന്നും ഇരിക്കാനൊക്കെ ഇല്ല, പുള്ളി കുറച്ചൊന്നും കഴിഞ്ഞാൽ കാണുകയല്ലെന്നാ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഒരുത്തം പറഞ്ഞേ, ഇടേ നമുക്ക് ഇത്ര വീടും ഈ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണാനേ വിധിച്ചിട്ടുള്ളൂ, അതൊക്കെ കാണാനേ വിധിച്ചിട്ടുള്ളൂ. നമ്മൾ ഇച്ഛ വരച്ച ഇങ്ങനത്തെ ഒരു വീട് പണിയുമെന്നോ ഇങ്ങനത്തെ സാധനം നമ്മുടെ വീട്ടിൽ കിട്ടുമെന്നോ നമ്മൾ ചിന്തിക്കുകയേ വേണ്ട. അപ്പൊ ഇങ്ങനെ ഈ ചിന്തകളെല്ലാം അകത്ത് കയറി തന്നെയല്ലേ കർത്താവ് ഈ ലോകം വിട്ട് പോകാൻ പോവാ. ഇതെല്ലാം കൂടെ അകത്ത് കയറി ഇവിടെ ഹൃദയം അങ്ങ് കലങ്ങി. ഈ ന്യായമായ ആ ഭാഗം പഠിച്ചാൽ ഈ വീടിന്റെ പണിയും വീടും കൂടെ ഒക്കെ കണ്ടായി കലങ്ങിയേക്കുന്നത്. യേശു ഈ ലോകം വിട്ടു പോകാതെ ആ മെയിൻ വിഷയം. എന്നാൽ അതിന്റെ സബായിട്ട് ഞാൻ പറയാ, ഈ വീടും ചുറ്റുപാടും പണിയൊക്കെ കണ്ട് അതുകൂടെ ഒക്കെ കണ്ടാ കലങ്ങിയത്. ഒരുത്തൻ പറഞ്ഞു, നമുക്ക് ഇരിക്കാനെങ്കിലും ഒത്തല്ലോ. ഞാൻ ഓർത്തതല്ല ഇങ്ങനെ ഒത്തിരി വീട്ടിൽ കയറുമെന്നോ അല്പനേരം ഇവിടെ ഇരിക്കാമെന്നോ ഓർത്തതല്ല. ഞാൻ പറയാനുണ്ട്, നിങ്ങൾ ചിലര് നിങ്ങൾക്കറിയാം, പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ വിമാനം അതിൻ്റെ ശബ്ദം കേൾക്കുകയേ ഉള്ളൂ, വിമാനം പോലും കാണാൻ. എന്നാൽ കൊത്തയാന്നേലും വലിയ ഇതൊന്നും ഇല്ലെങ്കിലും വിമാനത്തെ കയറാൻ ഇടയായി. അത് ഈ മാർഗത്തിൽ വന്നത് കൊണ്ടാണ്. അല്ല പിന്നെ സാറിങ്ങനെ വിമാനത്തെ കയറ്റുമായിരുന്നു പഠിക്കാതെ ചെന്നപ്പോൾ. അങ്ങനെയൊക്കെ മിക്കവരും വിമാനത്തെ കയറിയതാ, ഇതിപ്പോ കാണുമ്പോൾ അറിയാം അല്ലേ, നമ്മൾ വിമാനത്തെ കയറും. പക്ഷെ ഈ മാർഗത്തിൽ വന്നതാ നമ്മുടെ ഭാഗ്യം, യേശുവിനെ അറിഞ്ഞതാ ഭാഗ്യം. അപ്പൊ ഈ വീടും അതിന്റെ പണികളും എല്ലാം കണ്ട് ഹൃദയം അങ്ങ് കലങ്ങി. അതുകൊണ്ട് കർത്താവ് 14-ാം അധ്യായത്തിൽ ഒരു പരാമർശം കൊടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ എന്റെ പിതാവിന്റെ ഭവനം, അങ്ങനെ പ്രയോഗമുണ്ടല്ലോ, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, ഈ പട്ടണത്തിലെ ഈ വീട് കണ്ട് ഇവരുടെ ഹൃദയം കലങ്ങി. അത് കർത്താവ് മനസ്സിലാക്കി ഹൃദയം കലങ്ങാനുള്ളതിന്റെ കാരണം. കർത്താവ് ഉൾപ്പുകളെ നിലവുകളെ ആരായുന്നവനാ. അവിടുന്ന് മനസ്സിലാക്കി ഈ വീടിന്റെ പണിയും വീടും ഒക്കെ കണ്ട് ഇവിടെ അതോടെ ചേർത്താ ഇവിടെ ഹൃദയം കലങ്ങിയത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ നിങ്ങൾക്കൊരു ഭവനം ഒരുക്കാൻ പോവുക, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ. സ്തോത്രം. ഇന്ന് രാത്രി നമ്മുടെ ഹൃദയത്തിന്റെ കലക്കമെല്ലാം മാറണം. ഏതേലും വിഷയത്തിൽ ആരെങ്കിലും ഹൃദയകലക്കത്തോട് ഇരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി യേശു നിന്റെ ഹൃദയത്തിന്റെ കലക്കം മാറ്റും. ഒരുപക്ഷെ സാമ്പത്തിക വിഷയമായിരിക്കാം, ഒരുപക്ഷെ കുഞ്ഞുങ്ങളുടെ വിഷയമായിരിക്കാം, ഒരുപക്ഷെ കുടുംബത്തിന്റെ വിഷയമായിരിക്കാം, പക്ഷേ അവൻ ശുശ്രൂഷകരുടെ വിഷയമായിരിക്കാം, സഭയുടെ വിഷയമാകാം, ഒരുപക്ഷെ രോഗവിഷയങ്ങളാകാം. ഏതെങ്കിലും വിഷയത്തിൽ ഇന്ന് രാത്രി ഹൃദയകലക്കത്തോടെ എന്നെ കേൾക്കുന്നെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ ഓർപ്പിക്കട്ടെ, അവിടുന്ന് നിന്റെ ഹൃദയത്തിന്റെ കലക്കം മാറ്റുന്നവനാ. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ഇന്ന് രാത്രി നമ്മുടെ ഹൃദയത്തിന്റെ കലക്കമെല്ലാം മാറട്ടെ. ഇന്ന് രാത്രി നിരാശയോടെ ഭാരത്തോടെ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ അവിടുന്ന് പൂർണ്ണ വിടുതൽ ഇന്ന് രാത്രി കൽപ്പിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഹൃദയം കലങ്ങരുത്. അവിടെ എന്താ കർത്താവ് ഈ ഹൃദയം കലങ്ങരുതെന്ന് 1-2 കാര്യങ്ങൾ പറഞ്ഞ് വേഗത്തിൽ എൻ്റെ വാക്കുകൾ നടത്താം. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. അത് പറയാനുള്ളതിൻ്റെ 1-ാമത്തെ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചു, നമുക്കൊരു ദൈവമുണ്ട്. അല്ല, അടുത്ത വാക്യം നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ. ദൈവത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞാൽ ഹൃദയം കലങ്ങരുതിന്റെ കാരണം പറയാ, നമുക്കൊരു ദൈവമുണ്ട്. ഈ ആഴ്ചയിൽ ഒരു ദൈവത്തെ ഭജിക്കുവാൻ, ദൈവത്തെ സേവിക്കുവാൻ നമുക്കിടയായി. സത്യദൈവമായ, നിത്യദൈവമായ, ഏകദൈവമായ യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ആ ദൈവം നമുക്കുള്ളത് കൊണ്ട് ഇന്ന് രാത്രി ഹൃദയം കലങ്ങി പോകരുത്. സ്തോത്രം. ഹൃദയം കലങ്ങരുത്. കാരണമാ, ഒന്ന് ദൈവമുണ്ട്. ഒരു കാലത്ത് എനിക്ക് നിങ്ങൾക്കും സത്യദൈവം ഏതാണെന്ന് അറിയത്തില്ല. അറിയാനാണ് നമ്മൾ ജീവിച്ചത്. സത്യദൈവം ഏതാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് നമ്മളെക്കാൾ അല്പം ശക്തിയുള്ളതെല്ലാം ദൈവമാണെന്ന് നമ്മൾ ചിന്തിച്ചു. എന്നേക്കാൾ അല്പം കൂടെ കരുത്തും ശക്തിയുള്ളതെല്ലാം ദൈവമാണെന്ന് ചിന്തിച്ചു. അങ്ങനെ ജീവിച്ചൊരു കാലമുണ്ട്. അല്ല, പൗലോസ് ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8 മുതൽ വായിച്ച നേരത്തെ എങ്ങനെയായിരുന്നെന്ന്. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8 മുതൽ
എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടു. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടിരുന്നു. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുമിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് അവയ്ക്ക് പുതുതായി അടിമപ്പെടുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ? നിങ്ങൾ ദിവസങ്ങളും. അപ്പോൾ ഇവിടെ പൗലോസ് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു, എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ. ഇവിടെ പറയാ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അതിന്റെ ഒന്നാമത്തെ കാര്യം, നമുക്കൊരു ദൈവമുണ്ട്. ഏകദൈവം, നിത്യദൈവം, സത്യദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള ദൈവം, ഈ സകലത്തെ സൃഷ്ടിച്ച ദൈവം, സകല ചരാചരങ്ങളെ നിർമ്മിച്ചത്. ആ ദൈവം ഉള്ളത് കൊണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കാരണം പറയാ, നേരത്തെ നമുക്ക് ദൈവം ഇല്ലായിരുന്നു. ആ നേരത്തെ ജീവിതം ആ പൗലോസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8 പറയുക, എന്നാൽ അന്ന് നിങ്ങൾ, നമ്മുടെ കാര്യമാ, നിങ്ങൾ ദൈവത്തെ അറിയാതെ, സത്യദൈവം ഏതാണെന്ന് അറിയാതെ, അന്ന് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, ഈ മാർഗത്തിൽ വരുന്നതിന് മുമ്പ്, യേശുവിനെ അറിയുന്നതിന് മുമ്പ്, അന്ന് അതാ. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ, പിന്നെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടു. ഈ സ്വഭാവത്താൽ പലതും ദൈവങ്ങളല്ല. സ്വഭാവത്താൽ ദൈവങ്ങളല്ല പലതും. അതെന്താ? ദൈവത്തിന്റെ സ്വഭാവ ശ്രേഷ്ഠതയുണ്ട്, സ്വഭാവ വൈശിഷ്ട്യമുണ്ട്. ഒന്ന്, ദൈവം സർവജ്ഞാനിയാ എന്ന് പറഞ്ഞ എല്ലാ കാര്യവും ദൈവത്തിന് സർവജ്ഞാനി, എല്ലാത്തിനെ പറ്റി ജ്ഞാനമാണ്. സ്തോത്രം. സർവജ്ഞാനിയാകുന്ന ദൈവത്തിന് ഭാഷയുടെ പ്രോബ്ലം ഒന്നും വരിക. അതുകൊണ്ട് ദൈവത്തിന്റെ കൂടെ പരിഭാഷയ്ക്ക് ആള് വേണ്ട. ഇന്ന് അതാരാ? അത് ദൈവം. അപ്പറയുള്ളത് അത് ദ്വിഭാഷി. ദൈവത്തിന് എന്തിനാ ദ്വിഭാഷി? ഈ ദൈവത്തിന് ഭാഷ അത്ര വശമില്ല. ഇംഗ്ലീഷ് തുരുതുരുന്ന് സാഹിബ് ഉപയോഗിക്കുമ്പോൾ ദൈവം സാഹിബ് തുരുതുരുന്ന് ഇംഗ്ലീഷ് ഓക്സ്ഫോർഡ്, അതിന് ദൈവത്തിന് അറിയത്തില്ല. അതിന് ദ്വിഭാഷിയെ അല്ല, സ്വഭാവത്താൽ ദൈവമല്ല. എന്നാൽ ഈ കാണുന്ന സർവത്തെ സൃഷ്ടിച്ച ദൈവത്തിന് ഒരു ഭാഷാ പ്രോബ്ലവും ഇല്ല. ഇംഗ്ലീഷിൽ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും, മലയാളത്തിൽ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും, തമിഴിൽ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും, കന്നഡ പ്രാർത്ഥിച്ചാലും ദൈവം. സ്തോത്രം. ഫ്രഞ്ചുകാർ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും, ചൈനക്കാർ പ്രാർത്ഥിച്ചാലും ദൈവം. അതാ ദൈവം. നിങ്ങളോട് ചൈനക്കാർ ചൈനീസ് വല്ലതും പറഞ്ഞാലോ കേൾക്കും. സ്തോത്രം. അല്ല, സ്വഭാവത്താൽ ഇവരാരും ദൈവമല്ലെന്ന്. ദൈവം സർവജ്ഞാനി, അതുകൊണ്ട് ദൈവത്തിന് ഭാഷാ പ്രോബ്ലം ഇല്ല. ദൈവത്തിന് ദ്വിഭാഷി വേണ്ട. ദൈവത്തിന് പരിഭാഷയ്ക്ക് ഏത് ഭാഷയിൽ ഏത് രാജ്യത്തിരുന്ന് ആര് സത്യദൈവത്തോട് പ്രാർത്ഥിക്കുന്നോ അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കും, മറുപടിയും തരും. അല്ല, സ്വഭാവത്താൽ മറ്റതൊന്നും ദൈവമല്ല. അതാ പൗലോസ് പറഞ്ഞ, സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടു. ദൈവത്തിന്റെ സ്വഭാവ ശ്രേഷ്ഠത, ദൈവം സർവജ്ഞാനിയ, ദൈവം സർവശക്തനാ, സർവവ്യാപിയാ, സർവത്തെയും നിർമ്മിച്ചവനാ. അവിടുന്ന് സർവശക്തനാ. നമ്മൾ നേരത്തെയൊക്കെ പേപ്പറിൽ കണ്ടത് ഞാനങ്ങ് പറയുന്നതേ ഉള്ളൂ. ദൈവത്തിന് പനി കൂടി, പിന്നീട് പേപ്പർ വന്നു ദൈവം ഐസിയുലായി. പിന്നീട് നമ്മൾ കണ്ടതും കേട്ടതും ഒക്കെ ദൈവം ഇപ്പം വെന്റിലേറ്ററില്ല. ദൈവം അവിടുന്ന് ജീവനായകന്. ദൈവത്തിന് വെന്റിലേറ്റർ കിടക്കേണ്ട ഒരു കാര്യവും ഇല്ല.
അവിടുന്ന് ജീവന്റെ ഉടയവനാ. അല്ലാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർ, അങ്ങനെ എഴുതിയേക്കുന്നത്. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ, ബാക്കി ഒന്നുകൂടെ വായിച്ചേ. എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ, എന്നാൽ അന്ന് നിങ്ങൾ ദൈവത്തെ അറിയാതെ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടു. മനുഷ്യരാരും ദൈവമല്ല, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചവനാ. അപ്പൊ സ്വഭാവത്താൽ ദൈവങ്ങളല്ലാത്തവർക്ക് അടിമപ്പെട്ടു. അടുത്തത്, ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞു, വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കുക. നമ്മളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. മാതാപിതാക്കളെ നിന്നെ അറിയത്തില്ലെങ്കിലും നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. മക്കളാരും നിന്നെ അറിയത്തില്ലെങ്കിലും അറിയുന്ന ഒരു ദൈവമുണ്ട്. ഭാര്യയും ഭർത്താവും അന്യോന്യം വേണ്ട വിധത്തിൽ അറിയത്തില്ലെങ്കിലും അറിയുന്ന ഒരു ദൈവമുണ്ട്. സഭക്കാര് നിന്നെ അറിയത്തില്ലെങ്കിലും അറിയുന്ന ഒരു ദൈവമുണ്ട്. ദൈവദാസന്മാരും ദൈവമക്കളെ നിന്നെ അറിയത്തില്ലെങ്കിലും അറിയുന്ന ഒരു ദൈവമുണ്ട്. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിന്നെ നല്ലതുപോലെ അറിയുന്ന ഒരു ദൈവമുണ്ട്. അവസ്ഥകൾ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞും വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിൽ പടിയിലോട്ടൊന്നും ഇനി പോകരുത്. ഈ മാർഗത്തിൽ വന്നതാണ് നമ്മുടെ ഭാഗ്യം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഒന്നാമത്തെ കാര്യം, നമുക്കൊരു ദൈവമുണ്ട്. അതുകൊണ്ട് ധൈര്യപ്പെട്ടോണം. ഈ ഭൂമിയിൽ ആമൻ ഭൗതികമായിട്ടൊന്ന് നേടാനും ആമൻ നേടിയെടുക്കാൻ ഒത്തില്ലെങ്കിലും സന്തോഷിപ്പാനും ആനന്ദിപ്പാനും നമുക്കൊരു ദൈവമുണ്ട്. അതുകൊണ്ട് ഹൃദയം കലങ്ങിപ്പോകരുത്. സത്യദൈവത്തെ ഭജിക്കുവാൻ, ആരാധിക്കുവാൻ നമുക്ക് ഭാഗ്യമുണ്ടായി. അതാ ഏറ്റവും വലിയ ഭാഗ്യം. രണ്ട്, അവിടെ കർത്താവ് പറയാ, എന്നിൽ വിശ്വസിപ്പീൻ. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു നമുക്കുണ്ട്. ആ കർത്താവ് നമുക്കുണ്ടെന്ന് പറയാൻ അതിൻ്റെ ഒരു ആശയം, ഇപ്പോൾ യേശു ക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കും. എബ്രായ ലേഖനം പഠിക്കുമ്പോൾ അങ്ങനെ അവിടുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഹൃദയം കലങ്ങിപ്പോകരുത്. പക്ഷപാതം എന്ന് പറഞ്ഞാൽ പക്ഷം പിടിച്ച് വാദിക്കുന്നു. ആരുടെ പക്ഷം? നമ്മുടെ പക്ഷം. ആര് വാദിക്കുന്നു? യേശുക്രിസ്തു വാദിക്കുന്നു. എവിടെ വാദിക്കുന്നു? സ്വർഗത്തിൽ വാദിക്കുന്നു. അതെന്തിനാ സ്വർഗത്തിൽ എൻ്റെ നിന്റെയും പക്ഷം പിടിച്ച് യേശു വാദിക്കാൻ കാര്യം? നമുക്കെതിരെ വാദിക്കുന്ന ഒരുത്തനുണ്ട്. അത് മറ്റാരുമല്ല, ആമ തിരുവചനം പഠിപ്പിക്കുന്നത് അപവാദിയാകുന്ന പിശാച്. രാപകൽ പുള്ളിയുടെ പണി രാപകലിരുന്ന് അപവാദം പറയാ പുള്ളിയുടെ ജോലി. നമ്മള് പകല് അവസരം കിട്ടിയാൽ പ്രാർത്ഥിക്കുകയും വേദപുസ്തകം വായിക്കുകയും ശുശ്രൂഷകളൊക്കെ ഉണ്ടെങ്കിൽ അതിന് പോവുകയും എടുക്കുകയും ചെയ്യും. രാത്രി നമ്മൾ പ്രാർത്ഥിച്ചേച്ച് കിടന്നുറങ്ങ. അല്ല, പുള്ളി അതല്ല, രാത്രി മുഴുവൻ അതിനകത്തെല്ലാം ഇരുന്ന് സെറ്റ് ചെയ്യുക. രാത്രി മുഴുവൻ ഇരുന്ന് സ്തോത്രം, അപവാദി മുഴുവൻ. അപ്പോൾ രാപകൽ ഉറക്കമില്ല ചിലതിന്. ഇല്ല, ഉറക്കമെന്ന് പറയുന്നത് ഇല്ല. ആ മോന്തയൊക്കെ കാണുമ്പോൾ അറിയാം ഉറക്കം ഉളച്ചതെല്ലാം ഒരു കെല്ലാം കൂടെ വെച്ച് ഉറക്കം രാപകൽ ഇരുന്ന് അപവാദമാണ്. സ്തോത്രം. അപ്പോൾ കർത്താവ് പറയുക, ഹൃദയം കലങ്ങരുത്. കാരണം ഒന്ന്, ഒരു ദൈവമുണ്ട്. രണ്ട്, എന്നിൽ വിശ്വസിപ്പിൻ, യേശു ക്രിസ്തുവിൽ. കാരണം പറയാ, അവിടുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ട്. പക്ഷപാതം എന്ന് പറഞ്ഞാൽ പക്ഷം പിടിച്ച് വാദിക്കുന്നു. ആരുടെ പക്ഷം? നമ്മുടെ പക്ഷം. ആര് വാദിക്കുന്നു? യേശു ക്രിസ്തു. എവിടെ വാദിക്കുന്നു? സ്വർഗത്തിൽ. എന്തിനാ സ്വർഗത്തിൽ നമ്മുടെ പക്ഷം പിടിച്ച് യേശു വാദിക്കുന്നത്? നമുക്കെതിരെ വാദിക്കുന്ന ഒരുത്തനുണ്ട്. അവന്റെ പേരാണ് അപവാദി. ഇവന് പല പേരുണ്ട്, സ്വഭാവം അനുസരിച്ചാ പേര്. ഇവിടെ അപവാദം പറയുന്നുണ്ട്, അപവാദി. ഇവർ രാപകൽ അപവാദം പറയുമ്പോൾ യേശു ക്രിസ്തു എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പക്ഷം പിടിച്ചു വാദിക്കും. ഇന്ന് രാത്രി ആ ഒരു കർത്താവ് പക്ഷപാതം പിടിച്ച് ചെയ്യുന്നതുകൊണ്ട്, അവിടുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ഹൃദയം കലങ്ങി പോകരുത്. ഇന്ന് രാത്രി ഹൃദയവേദനയോടെ, മനോഭാരത്തോടെ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഹൃദയം കലങ്ങരുത്. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ലെങ്കിലും നിരാശപ്പെട്ടു പോകരുത്. നമുക്ക് വേണ്ടി ഒരുവൻ ഉയരത്തിൽ വാദിക്കുന്നുണ്ട്.
യോബ് പറഞ്ഞല്ലോ, ഇപ്പോഴോ എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലും ഇരിക്കുക. നമുക്ക് വേണ്ടി ഉയരത്തിൽ ജാഗരിക്കുന്ന ഒരുവനുണ്ട്. ഉന്നതന് മീതെ ഉന്നതനും അവന് മീതെ അത്യുന്നതൻ ജാഗരിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ദൈവമക്കൾ നിരാശപ്പെട്ടു പോകരുത്, ഹൃദയം കലങ്ങരുത്. ഭയങ്കരന്മാരുടെ ചീറ്റിൽ മതിലിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ എളിയവർക്ക് കഷ്ടത്തിൽ കോട്ടയും ഉഷ്ണത്തിൽ തണലും കൊടുങ്കാറ്റ് ശരണമാ. അവിടുന്ന് പരിചയായി ഫലകയായി ശരണമായി നിന്റെ കൂടെയുണ്ട്. ഇന്ന് രാത്രി ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ഒരു പഴയ പാട്ടുണ്ട്, ചേർന്ന് 2 ശീല് പാടിയാ മതി. താതൻ തന്നിരിക്കൂ സദാ പക്ഷവാദം ചെയ്യുന്ന ജീവനാഥ, പക്ഷവാദം ചെയ്യുന്ന ജീവനാഥ, താതൻ സന്നിധിയിലെക്കൂ സദാ പക്ഷവാദം ചെയ്യുന്ന ജീവനാഥ, പക്ഷവാദം ചെയ്യുന്ന ജീവനാഥ, കുറ്റം കൂടാതെ എന്നെ മുറ്റു തീരുത്താൻ കഴിവുള്ളവനെ, എന്നെ മുറ്റു തീരുത്താൻ കഴിവുള്ളവനെ, ഓതാതെ സന്നിധിയിലെ സദാ പക്ഷവാദം ചെയ്യുന്ന ജീവനാഥ, പക്ഷവാദം ചെയ്യുന്ന ജീവനാഥ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ഒന്ന്, നമുക്കൊരു ദൈവമുണ്ട്. 2, നമ്മുടെ പക്ഷം പിടിച്ച് വാദിക്കുവാൻ ഒരുവൻ നമുക്ക് സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് ഹൃദയം കലങ്ങി പോകരുത്. എൻ്റെ വാക്കുകൾ അങ്ങ് നിർത്താൻ പോകുകയാ. ദൈവത്തിന് സ്തോത്രം. 3, ഹൃദയം കലങ്ങരുതെന്ന് പറയാൻ കാര്യം, നമുക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കുന്നു. ഹൃദയം കലങ്ങരുത്. ഇവിടെ വലിയ വീടും ചുറ്റുപാടും ഒന്നുമില്ലെങ്കിലും നിരാശപ്പെട്ടു പോകരുത്. നല്ലൊരു ഭവനം ഒരുക്കുന്നുണ്ട്. പിന്നെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ എല്ലാവർക്കും മഞ്ഞും മറ്റു വെയിലും മറ്റു ദോഷവും ഏശാതെ പാർക്കാനൊരു പാർപ്പിടം ആവശ്യം. അത് ദൈവം തരും. സ്തോത്രം. ഇവിടെ റോഡിൽ കിടക്കുന്ന ആരേലും ഉണ്ടോ? ഇല്ല. അങ്ങനെ കിടത്തുകയില്ല. വാടകയ്ക്കാണെങ്കിലും കിടക്കാൻ ഇടം തരുന്നുണ്ടല്ലോ, ഇല്ലേ? യോടി, നിങ്ങൾ ഈ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്കറിയാം എങ്കിലും വാടകയ്ക്കാന്നേലും ആ വാടക വീട്ടിൽ കട്ടിലെ കിടക്കാനൊക്കുന്നുണ്ടല്ലോ, ഇല്ലേ? യോടി, ഈ കോടിക്കണക്കിന് വീട് പണിത് വെച്ചാൽ അത് കിടക്കാതെ ആശുപത്രിയിൽ പോയി കിടക്കുന്ന എത്ര എണ്ണവാ? ദൈവം അവരെ വിടിവിക്കട്ടെ. ഞാനതിൻ്റെ ഒരു വശമാണ് പറയുന്നത്. അവിടെ ആശുപത്രി കിടക്കുന്നവരെ എല്ലാം സൗഖ്യമാക്കട്ടെ, വീട്ടിൽ കൊണ്ടുവരട്ടെ. എന്നാലേ അത് വെച്ച് നമ്മളൊന്ന് തുലനം ചെയ്യണം, വേണ്ടേ? ലക്ഷക്കണക്കിന് വരെയുള്ള മെത്ത മേടിച്ച് ചാരി വെച്ച് കാഞ്ഞിരപ്പാട പലകട്ടിലെ കിടക്കുക. ഇടയ്ക്കിടയ്ക്ക് നോക്കും മെത്ത എവിടെ ഉണ്ടോ എന്ന്. അപ്പം അതിലും നല്ലത് മെത്ത ഇല്ലാതെ തഴപ്പാ വിരിച്ച് കിടക്കുന്ന നമ്മൾ തന്നെ, അല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ച് ഇതൊക്കെ ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കും. ഞാൻ ഞങ്ങളുടെ നാട്ടിൽ പറയും, പുഞ്ചപ്പാടം 10 ഏക്കറുണ്ട്, 100 പറ കണ്ടം, 100 പറ കണ്ടം. പക്ഷേ ഗുജറാത്തിൽ നിന്ന് ഗോതമ്പ് കൊണ്ടുവന്ന് 2 ചപ്പാത്തി എണ്ണ ചേർക്കാതെ 100 പറ കണ്ടമുണ്ട്. നെല്ല് ഇഷ്ടം പോലുണ്ട്, അരി ഇഷ്ടം പോലുണ്ട്. പക്ഷേ ചോറ് കഴിക്കാൻ വയ്യ. അരിയെല്ലാം കൂടെ ആലുവായി കയറ്റി വിട്ടേച്ച് അവറാച്ചൻ 2 ചപ്പാത്തി എണ്ണ കൂടാതെ പാവയ്ക്കാത്തോരനുമായിട്ട് പാവയ്ക്കാത്തോരൻ ചപ്പാത്തിയുടെ മേളിൽ നിരത്തി ചുരുട്ടി. അന്നേരം അവറാച്ചൻ്റെ കണ്ടത്തിലെ അരി എടുത്ത് കല്ലുപണിക്ക് പോകുന്ന തങ്കച്ചൻ 2 പ്ലേറ്റ് ചോറടിക്കുന്നു. അവറാച്ചൻ കണ്ടുകൊണ്ടിരിക്കുക.
അപ്പം അവറാച്ചനേക്കാളും നല്ലത് തങ്കച്ചൻ തന്നെ. നിങ്ങൾക്ക് മനസ്സിലാകാതെയാണോ? അവറാച്ചാൻ്റെ വീട്ടിൽ ഫ്രിഡ്ജ് നിറച്ച് സാധനങ്ങളാണ്. ഏതാ? പോത്ത് സെപ്പറേറ്റ്, മട്ടൻ, ചിക്കൻ, കാള വേറെ. പക്ഷെ ഒരു കഷണം പോലും കഴിക്കാൻ ഒക്കുന്നില്ല. 5 ബ്ലോക്ക് അവറാച്ചന്, 5 ബ്ലോക്ക്. പിന്നെ ഇത് ഇടുമല്ല, എന്താ സ്റ്റെൻഡ്, എന്തുവാ ഉടക്കിയിടുന്ന സാധനം, അതെല്ലാം ഇട്ടിരിക്കുക. അവിടെ കിണർ പൊടിക്കാൻ വന്ന ബേബി അരക്കിലോ ഇറച്ചിയിരുന്ന് കഴിക്കുന്നത് അവറാച്ചൻ നോക്കിയിരിക്കുക. അമ്പച്ച് പെരുക്കുക. അവന് ഇരിപ്പ് കണ്ടപ്പോൾ കൊച്ചമ്മ വെച്ച് ബേബി ഇച്ചിരി ഇച്ചിരി കൊണ്ടുവരാൻ പറഞ്ഞ് കിണർ കുത്തുക. അവറാച്ചൻ കസേരയിരുന്ന് ബേബി ബീഫ് അടിക്കുന്നത് കണ്ട് അപ്പം ഫ്രിഡ്ജിനകത്ത് സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതിൽ നല്ലതാണെന്ന് നിങ്ങളങ്ങ് ചിന്തിച്ചാൽ മതി. ഞാൻ കുറ്റമായിട്ട് പറയുകയല്ല. അനേകർക്ക് കോടിക്കണക്കിനുണ്ട്, സ്വത്തുമുണ്ട്, ഭൗതിക ഭക്ഷണങ്ങളെല്ലാം ധാരാളമുണ്ട്. പക്ഷെ കഴിക്കാൻ ഒക്കുന്നില്ല. ഒന്നുമില്ലെങ്കിലും ആ ലഭിക്കുന്ന ആഹാരം കൈ നിറച്ച് വയറ് നിറച്ച് കഴിക്കാൻ ദൈവം ഭാഗ്യം തരുന്നില്ല. അതല്ലേ ഭാഗ്യം? നിനക്ക് 2 മുറിയേ ഉള്ളു, പക്ഷെ അതിനകത്ത് കിടക്കാനും ഉറങ്ങാനും ഭാഗ്യം കിട്ടുന്നല്ലോ. മറ്റവൻ കോടിക്കട വീട് പണിതിട്ടിരിക്കുക, പക്ഷെ ഉറക്കവുമില്ല, വീട്ടിൽ കിടക്കാനും. ഇതൊക്കെ ഓർക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്ത്, ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഞാൻ ഞങ്ങളുടെ അവിടെ പ്രസംഗിക്ക് പറയും, എവിടെ ആ വീട്? പുളുക്കീട്. പക്ഷെ പഞ്ചസാര ഇട്ട കാപ്പ് കുടിക്കാൻ അവിടെ പുളുക്കീട് ഷുഗർ ഫാക്ടറി ഉണ്ട്. അതുകൊണ്ടാണ് ലോഡ് കണക്കിന് ഇങ്ങനെ കയറി പോകുന്നത് കണ്ടുകൊണ്ടിരിക്കുക. സ്തോത്രം. അപ്പൊ ഇതൊക്കെ ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുക. ദൈവം നമുക്ക് ആരോഗ്യം തന്നില്ലേ? ആയുസ് തന്നില്ലേ? ഭക്ഷിപ്പാൻ ആഹാരം തന്നില്ലേ? ധരിപ്പാൻ വസ്ത്രം തന്നില്ലേ? കയറി വാടകയ്ക്കാന്നേലും കിടക്കാൻ ഇടം ദൈവം തന്നില്ലേ? നടന്നാന്നേലും ഇങ്ങോട്ട് കയറി വരാൻ ദൈവം ആക്കം തന്നില്ലേ? ശരീരത്തിന് ബലം തന്നില്ലേ? പ്രൈസ് ദി ലോർഡ്. ഓർത്തോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുക. നമ്മളെക്കാൾ മിടുക്കന്മാർ മാറ്റപ്പെട്ടപ്പോൾ ആയുസോടെ ദൈവം ഭൂമിയിൽ ശേഷിപ്പിച്ചില്ലേ? ഇല്ലേ? കോവിഡിന്റെ ആ രൂക്ഷ സമയത്ത്, ഇപ്പോഴും കോവിഡ് രൂക്ഷമായി വരുന്നെന്ന് കേൾക്കുന്നു. ആമേൻ. ദൈവം അതിനെയെല്ലാം മാറ്റിത്തരട്ടെ. അങ്ങനെ പ്രാർത്ഥിക്കാം. സ്തോത്രം. നമ്മളെക്കാൾ ഉന്നതന്മാരും മിടുക്കന്മാരും ഒക്കെ വിശുദ്ധന്മാരും ഒക്കെ കടന്നുപോയി ദൈവം നമ്മളെ ഭൂപരപ്പിൽ ഇന്ന് രാത്രി വരെ ശേഷിപ്പിച്ചു. ഓർത്തോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ മിടുക്ക് കൊണ്ടല്ല, നമ്മുടെ വിശുദ്ധി കൊണ്ടല്ല, നമ്മുടെ വേർപാട് കൊണ്ടല്ല, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം കൊണ്ടല്ല, നമ്മുടെ ആരാധനയുടെ മെച്ചം കൊണ്ടല്ല, ദൈവത്തിന്റെ ദയയാ. വിലാപങ്ങൾ വായിക്കാൻ നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് അവിടുത്തെ ദയ. ഓർത്തോർത്ത് ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. 1, നമുക്കൊരു ദൈവമുണ്ട്. 2, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ ഒരുവൻ സ്വർഗത്തിലുണ്ട്. 3, നമുക്കൊരു ഭവനം ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഭവനമില്ലല്ലോ എന്നോർത്ത് ആരും നിരാശപ്പെടണ്ട. ദൈവം അതൊക്കെ ഈ ഭൂമിയിൽ തരും. ഇതിലെല്ലാം ഉപരി നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. സ്തോത്രം. അതൊന്നും വിവരിക്കുന്നില്ല. സ്തോത്രം. അപ്പൊ ആക്ഷേപം നിന്നയൊക്കെ ഉണ്ട് നമുക്ക്. അപമാനം, പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞ മാനാപമാനങ്ങളും ദുഷ്കീർത്തി സൽകീർത്തി, ഇതെല്ലാം ഇതിനകത്തുണ്ട്. ചിലയിടത്ത് നമ്മളെ മാനിക്കും, ചിലയിടത്ത് അപമാനിക്കും, ചിലയിടത്ത് ദുഷ്കീർത്തി, ചിലയിടത്ത് സൽകീർത്തി, നിന്ന, അപവാദം, ആക്ഷേപം, പരിഹാസം, എന്തെല്ലാം പങ്കപ്പാടുകളാ. ഇതെല്ലാം സഹിച്ച നമ്മൾ ഇവിടെ നിൽക്കുന്നത്. എന്നാ ഇതെല്ലാം പറഞ്ഞാൽ നമുക്ക് തൂങ്ങിച്ചാകാം. പിന്നെ എന്നോടൊരിക്കുമ്പോൾ ഏതായാലും ചത്തില്ലല്ലോ. ഞാൻ പറഞ്ഞു യാകാനല്ലേ ഇതിനകത്ത് വന്നേ, ചാകാൻ ഇതിനകത്ത് വരണോ? വേറെ ആളൊരിക്കലും ഓടി ശബ്ദം കണ്ടുകൊണ്ട് ഓടി വന്ന് ഞാൻ കുരുക്കിടുക എന്ന് ഓർത്ത്. പിന്നെ എനിക്ക് എന്ത് ഉദ്ഘാടനം നടത്തില്ലേ? കുരുക്കിടാൻ എന്നെ കുരുക്കിട്ടിട്ടുണ്ട്, അതവിടെ ഇരിക്കട്ടെ. ഞാൻ കുരുക്കിടുകയല്ല, ചാകത്തുമില്ല. വേറെ ആത്മഹത്യ
വിഷം അടിക്കത്തില്ല, ആത്മഹത്യ ചെയ്യത്തില്ല, ആറ്റിച്ചാടിച്ചാകത്തില്ല, നാട് വിടത്തില്ല, കട്ടിലിനടി കയറി പാത്തിരിക്കുകയല്ല. നമ്മളിതെല്ലാം സഹിച്ചിവിടെ നിൽക്കുകയല്ലേ. ആത്മഹത്യ ചെയ്യാൻ മാർഗമില്ലാണ്ടാണോ? കയറുണ്ട്, വിഷമുണ്ട്, കിണറുണ്ട്, റെയിൽവേ പാളമുണ്ട്, എന്തെല്ലാം മാർഗം ഇല്ലേ? മാർഗമില്ലാണ്ടാണോ? എന്നാ കഷായമോ? കഷായമുണ്ട്, പാമ്പുണ്ട്, പുള്ളി പറയുന്ന പാറശാല കഷായമാണ്. എന്തേലും ആട്ടെ, അല്ല മാർഗം ഒത്തിരി ഉണ്ടെന്ന്. പക്ഷെ അങ്ങനെ ചെയ്താൽ നീ അങ്ങ് നിത്യതയെ പോകത്തില്ല. ചെല്ലേണ്ട സ്ഥലത്ത് ചെല്ലുകയില്ല. ആത്മഹത്യ പരിഹാരമല്ല, മദ്യപാനവും പരിഹാരമല്ല, നാട് വിടുന്നതിനും പരിഹാരമല്ല, പാത്തിരിക്കുന്നതിനും പരിഹാരമല്ല. നീ ഇതെല്ലാം സഹിച്ചു നിൽക്കണം, സഹിച്ചു നിൽക്കണം. അങ്ങനെ സഹിച്ചു നിൽക്കുമ്പോൾ ഹൃദയം കലങ്ങരുതെന്ന് പറയാനുള്ള നാലാമത്തെ കാര്യം, ഒരുവൻ പറഞ്ഞയച്ചാ പോയത്, ഞാനതെല്ലാം കൂടെ ഒരുക്കി കഴിഞ്ഞ് തിരിച്ചു വന്ന് ഞാൻ നിങ്ങളെ എൻ്റെ അടുക്ക ചേർത്തുകൊള്ളും. ഹൃദയം കലങ്ങരുതെന്ന് പറയാൻ നാലാമത്തെ കാര്യം, ഒരുവൻ തിരിച്ചു വരും. ആര്? യേശു ക്രിസ്തു. എന്തിന് തിരിച്ചു വരും? നമ്മെ ചേർക്കാൻ. നമ്മെ എന്ന് പറഞ്ഞാൽ ആര്? തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക് അവിടുന്ന് വീണ്ടും തിരിച്ചു വരും. ഹൃദയം കലങ്ങിപ്പോകരുത്. ഇന്ന് രാത്രി ഹൃദയം കലങ്ങരുത്. നമ്മെ ചേർക്കുവാൻ ഒരുവൻ തിരിച്ചു വരും. ഇപ്പോൾ പക്ഷപാതം തികയുന്ന ക്രിസ്തു അധികം താമസിക്കാതെ തിരുസഭയെ ചേർക്കുവാൻ അവിടുന്ന് തിരിച്ചു വരും. അതുകൊണ്ട് ഹൃദയം കലങ്ങിപ്പോകരുത്.